सब छात्रों को हिंदी कक्षा का स्वागत। पिछले कक्षा में हम मिर्ज़ा गालिब की डायरी का भाग पढ़े। उस डायरी में मिर्ज़ा गालिब ने कई लोगों का दरियादिली और हमदर्दी का मिसाल पेश किया। ऐसे लोगों को उदाहरण हम पिछले कक्षा के गृहकार्य के रूप में लिखे। എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിർസ ഗാലിബിൻ്റെ ഡയറി ആയിരുന്നു പഠിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് മിർസ ഗാലിബിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ വന്നിട്ടുള്ള ആളുകളും അവരുടെ മിർസ ഗാലിബിനോട് അവർ സഹായിച്ച രീതികളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതുകയുണ്ടായി. ഇനി അതിനുശേഷം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠഭാഗത്തിലെ 2 ക്വസ്റ്റ്യൻസും അതിനുശേഷം പുതിയൊരു പാഠഭാഗം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജി കൈസെ ബനെ എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ പാഠഭാഗത്തിലെ 1-2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതിലേറ്റവും ആദ്യം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ഹഡ്സൺ സാഹബിനെ അഭാഗെ ചിരാഗ് അലി കോ മാർ ദിയ. ഹഡ്സൺ സാഹബ് നിർഭാഗ്യവാനായ പാവപ്പെട്ട ചിരാഗ് അലിയെ കൊന്നു. ഇസ്പറേക്ക് സമാചാർ തയ്യാർ കരെ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്ത എഴുതുക. ഒരു പത്രവാർത്ത എഴുതുമ്പോൾ നമ്മൾ അതിനൊരു നല്ലൊരു തലക്കെട്ട് കൊടുക്കണം, ഹെഡിങ് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം, എന്താണ് സംഭവം എന്ന് കൊടുക്കണം, ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് സംഭവം, എപ്പോഴാണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. ടെക്സ്റ്റിൽ എന്ത് ഈ സാധനങ്ങൾ കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഹെഡിങ്ങും ഡേറ്റും ഇതൊക്കെ കൊടുത്തതിന് ശേഷം വൃത്തിയായിട്ട് ആ ഒരു പത്രവാർത്ത തയ്യാറാക്കുക. അതൊരു കള്ളിയിലോ ഒരു ബോർഡർ മുന്നിലാക്കുക. क्वेश्चन കൂടി പറഞ്ഞുതരാം. ഹഡ്സൺ സാഹിബിനെ അബാഗെ ചിരാഗ് അലി കോ മാർ ദിയ, ഇസ് पर एक समाचार तैयार करें. ഹഡ്സൺ സാഹിബ് പാവപ്പെട്ട ചിരാഗ് അലിയെ കൊലപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്ത തയ്യാറാക്കി. ഓക്കെ, ഇനി മറ്റൊരു വർക്ക്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 10 ആളുകളുടെ പേര് നിങ്ങൾ നോട്ടീസത്തിൽ എഴുതി വെക്കുക. രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 ആളുകളുടെ പേര് നല്ല വൃത്തിയായിട്ട് നോട്ട്സത്തിൽ എഴുതിക്കുക. ഇത് രണ്ടുമാണ് ഹോംവർക്കായിട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ ഗാന്ധിജി കൈസെ ബനെ എന്നുള്ള പുതിയ ചാപ്റ്ററിലേക്ക് വരിക. ആരാണ് ഗാന്ധിജി? ഏവർക്കും വളരെ എളുപ്പത്തിൽ അറിയാവുന്ന, മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു പേരാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജനിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഗാന്ധിജിയുടെ ഒരുപാട് കഥകളും ഗാന്ധിജിയുടെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഗാന്ധിജിയുടെ നമ്മളാരും കേൾക്കാത്ത ചില സംഭവങ്ങൾ, കുട്ടിക്കാലത്തെ ചില സംഭവങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ എടുക്കുന്നത്. ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഒരു ലേഖനമാക്കി അവതരിപ്പിക്കുകയാണ് സ്വയം പ്രകാശ് എന്ന് പറഞ്ഞ ലേഖകൻ. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായ എഴുത്തുകാരനാണ് സ്വയം പ്രകാശ്. അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് ഗാന്ധിജി കൈസെ ബനെ. പേരിൻ്റെ അർത്ഥം നമുക്ക് ഈ പാഠങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, എന്താണ് ടൈറ്റിലിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് പാഠഭാഗം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പേ ഈ പാഠഭാഗത്തിന് മുകളിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതിയ ഒരു വാക്യമുണ്ട് ഗാന്ധിജിയെക്കുറിച്ചിട്ട് പലരും പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതിയത് എന്താണെന്ന് വായിച്ചു നോക്കാം.
आने वाली पीढ़ियां बड़ी कठिनाई से विश्वास करेगी कि इस प्रकार का कोई रक्त मांस वाला पुरुष इस दुनिया में जीवित रहा था. എന്താ പറയുന്നത്? ആനെ വാലി പീഡിയ, വരുന്ന തലമുറകൾ, ബഡി കഠിനായി സെ വിശ്വാസ് കരേഗി, അവർക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരിക്കും. കി എന്നാൽ ഇസ് പ്രകാർക്ക കോയി രക്ത മാംസവാല പുരുഷ്, ഈ തരത്തിലുള്ള രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഇസ് ദുനിയാമെ ജീവിത രഹാത, ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെയുള്ള രക്തം മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് വരാൻ പോകുന്ന തലമുറയ്ക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവിടെ പറഞ്ഞത്. അതോടനുബന്ധിച്ചിട്ട് ഒരു ചെറിയ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ കേസ് കഥൻ പ്രാപ്ത വിചാർ ക്യാ ഹൈ? ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറയുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ സിമ്പിൾ അല്ലേ? ഗാന്ധിജി എങ്ങനെയാണ് ഗാന്ധിജിയായിട്ട് മാറിയത്? അദ്ദേഹം ഹിംസയിലൂടെയല്ല, മറിച്ച് അഹിംസയിലൂടെയായിരുന്നു അദ്ദേഹം തൻ്റെ യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനമാണ് ഗാന്ധിജി കൈസെ ബനെ. നമുക്ക് കുറച്ച് ഭാഗങ്ങളോട് നോക്കാം. क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो जिन्होंने कुर्ता पाजामा पहन लेगा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों की स्कूल बैग की तरह गलों में झोला टांगा रखा हो. क्या तुम एक ऐसे गांधी जी को कल्पना कर सकते हो? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗാന്ധിജിയെ സങ്കല്പിക്കാൻ സാധിക്കുമോ? സക്തേഹോ എന്ന് പറഞ്ഞാൽ സാധിക്കുമോ എന്നാണ്. ഇനി പറയാൻ പോകുന്ന പോലത്തെ ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? ജിനോനെ കുർത്ത പാജാമ പഹനൽ, കുർത്തയും പൈജാമയും ധരിച്ച, ജിൻകെ പാവമേ ചപ്പൽ, കാലിൽ ചെരുപ്പ് ധരിച്ച, ഔർ സർ പർ ഖൂബ് സാരെ ബാൽ, തലയിൽ, സർ എന്ന് പറഞ്ഞാൽ തല, സിർ എന്നും പറയും, സർ പർ ഖൂബ് സാരെ ബാൽ, തലയിൽ നിറയെ മുടികളുമുള്ള, ഔർ ഉൻ പർ ഗാന്ധി തൊപ്പി ഹോ, ആ തലയിൽ ഗാന്ധി തൊപ്പി ധരിച്ച, ജിനോനെ ബച്ചോ കെ സ്കൂൾ ബാഗ് की तरह गलों में झोला टांग रहे, കുട്ടികളെ പോലെ കുട്ടികൾ സ്കൂൾ ബാഗ് ധരിക്കുന്നത് പോലെ തോളിൽ ഒരു ബാഗും ധരിച്ച ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം എന്താ, നമ്മൾ കാണുന്ന ഗാന്ധിജി എങ്ങനെയാണ്? ഒരു ഒറ്റ മുണ്ടൊക്കെ ധരിച്ച, ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച, മുട്ടയടിച്ച ഗാന്ധിജി അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്നാണ് ആര് ചോദിക്കുന്നത്? ലേഖകനായ സ്വയം പ്രകാശ് ചോദിക്കുന്നത്. ഹാ അതെ, ഗാന്ധിജി ജയ്സെ ഫോട്ടോമേ ദിഖ്തെ, ഗാന്ധിജി ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരുന്നു അല്ലേ? ഗാന്ധിജി ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരുന്നു. വൈസെ ഹമേശ സേ നഹീ തെ, എന്നാൽ എപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. വേ ധീരെ ധീരെ ഗാന്ധി ബനെ കൈസെ, അദ്ദേഹം പതുക്കെ പതുക്കെ ഗാന്ധിജിയായിട്ട് മാറിയത് എങ്ങനെ? അതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഭാഗം നോക്കാം. ബച്പൻ മേ ഗാന്ധിജി കോ അന്ധേരെ സെ ഡർ ലഗ്താ താ, കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. ഡർ ലഗ്താ താ, അന്ധേര പറഞ്ഞാൽ ഇരുട്ട്, ഇരുട്ടിനെ പേടിയായിരുന്നു. എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഗാന്ധിജിക്കും കുട്ടിക്കാലത്ത് ഇരുട്ടിനെ പേടിയായിരുന്നു. ഉനെ ലഗ്താ താ കോയി ഭൂത് ആക്കർ ഉനെ പക്കട് ലേതാ, ഉനെ അദ്ദേഹത്തിന് തോന്നിയിരുന്നു, ലഗ്താ താ കോയി ഭൂത് ആക്കർ ഉനെ പക്കട് ലേതാ, ഏതെങ്കിലും ഭൂതം വന്നിട്ട് തന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്നുള്ളൊരു പേടി ആർക്കുണ്ടായിരുന്നു? ഉനേം ലഗ്താ താ കോയി ഭൂത് ആക്കർ ഉനേം പക്കടിലേക്ക, അദ്ദേഹത്തിന് തോന്നിയിരുന്നു ഏതെങ്കിലും ഭൂതം വന്നിട്ട് തന്നെ പിടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ളൊരു പേടി ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു.
ബഡേ ഹോക്കർ വേ ഖുദ് ഹൈസേ ഹോ ഗയി കി. വലുതായപ്പോൾ അദ്ദേഹം സ്വയം ഇങ്ങനെയായി. ഖുദ് സ്വയം, ഹൈസേ ഹോ ഗയി കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായി. അംഗ്രേസ് ഹുക്കൂമത്ത് ഉൻസെ ഡർനെ ലഗി. അംഗ്രേസ് ഹുക്കൂമത്ത്, ഇംഗ്ലീഷ് ഭരണം ഉൻസെ ഡർനെ ലഗി, ഗാന്ധിജിയെ പേടിക്കാൻ തുടങ്ങി, അദ്ദേഹത്തെ പേടിക്കാൻ തുടങ്ങി. എങ്ങനെ? മാനോവേ കോയി ഭൂത് ഹോ, ഒരു ഭൂതത്തെ പോലെ ഗാന്ധിജിയെ ആര് പേടിക്കാൻ തുടങ്ങി? ബ്രിട്ടീഷുകാർ പേടിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം പറഞ്ഞെന്താ? ചെറുപ്പത്തിൽ ഗാന്ധിജിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. പേടിക്കാനുള്ള കാരണം ഏതെങ്കിലും ഭൂതം വന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോകുന്നുള്ളതാണ്. പക്ഷെ ഗാന്ധിജി വലുതായപ്പോ ഇംഗ്ലീഷുകാർ ഗാന്ധിജിയെ പേടിക്കാൻ തുടങ്ങി, ഒരു ഭൂതത്തെ പോലെ. ഓക്കെ, അത്രയും ഗാന്ധിജി അവർ വല്ലാതെ ഗാന്ധിജിയുടെ ആശയത്തെ, ഗാന്ധിജിയുടെ സമരമുറയെ അവർ പേടിച്ചിരുന്നു എന്നർത്ഥം. जब उन्हें काठियावाड़ हाईस्कूल में पहली कक्षा में भर्ती कराया गया, അദ്ദേഹത്തെ കാഠിയാവാഡ് ഹൈസ്കൂളിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തപ്പോൾ, പ്രവേശനം നടന്നപ്പോൾ, തബ് ഉൻകി ഉമ്ര തി 11 സാൽ. അപ്പൊ അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയായിരുന്നു? ഉമ്ര എന്ന് പറഞ്ഞ വയസ്സ് 11 സാൽ, 11 വയസ്സായിരുന്നു. और उन्हें जो विषय पढ़ाए जाते वे थे, അദ്ദേഹം അന്ന് പഠിച്ച ചില വിഷയങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇതായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഇതിഹാസ്, ചരിത്രം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭൂഗോൾ, ഭൂമിശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചിരുന്നു. ഗണിത്, കണക്ക്, മാത്സ് പഠിച്ചിരുന്നു. അവർ അംഗ്രേസി, ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. ഈ 4 വിഷയങ്ങൾ അദ്ദേഹം ആ 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് പഠിച്ചിരുന്നു. स्कूल की फीस दी 8 आने प्रति माह यानी 50 पैसे हर महीने. സ്കൂൾ ഫീസ് ഉണ്ടായിരുന്നു. എത്രയായിരുന്നു ഫീസ്? 8 ആനെ പ്രതി മാഹ്, ഒരു മാസത്തിൽ 8 അണ. അതായത് 16 അണ എന്ന് പറഞ്ഞാലാണ് 1 രൂപ. അപ്പൊ 8 അണ എന്ന് പറഞ്ഞാൽ എത്രയായി? 50 പൈസ. അതായത് 8 ആനെ പ്രതി മാഹ് യാനി 50 പൈസ ഹർ മഹീനെ. ഓരോ മാസത്തിലും 50 പൈസയായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂളിന്റെ ഫീസ്. ഏതാ സമയമാണിത്? 1869 ഗാന്ധിജി ജനിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് 11 വയസ്സ് കഴിഞ്ഞിട്ടാണ് 1ാം ക്ലാസ് ചേർന്നത്. അപ്പൊ 1880 ആ സമയത്ത് ഗാന്ധിജിക്ക് എത്ര പൈസ? സ്കൂളിലെ ഫീസ് എത്രയാണ്? 50 പൈസ. ഓക്കെ. पहली परीक्षा में गांधी जी 34 बच्चों में से 32वें स्थान पर रहे. ആദ്യത്തെ പരീക്ഷയിൽ ഗാന്ധിജി 34 കുട്ടി, ഗാന്ധിജിയുടെ ക്ലാസ്സിൽ 34 കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടികളിൽ 32वें സ്ഥാനം पर रहे, 32ാം സ്ഥാനമാണ് ഗാന്ധിജിക്ക് കിട്ടിയത്. അതായത് ആവറേജിലും താഴെയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ഗാന്ധിജി ആ സമയത്ത്. और 2 विषयों में तो उन्हें 0 मिला. അത് മാത്രമല്ല 2 വിഷയത്തിൽ അദ്ദേഹത്തിന് 0 കിട്ടി, 0 കിട്ടി. അപ്പൊ ഈ ഭാഗത്തിൽ പറയുന്നത് എന്തൊക്കെയാണ്? അദ്ദേഹം 1ാം ക്ലാസ്സിൽ അദ്ദേഹം ചേരുന്ന സമയത്ത് അദ്ദേഹത്തിന് 11 വയസ്സായിരുന്നു അല്ലേ? ആ സമയത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന വിഷയങ്ങളെ ഒന്ന് ചരിത്രം, ഭൂമിശാസ്ത്രം, ഇംഗ്ലീഷ്, മാത്സ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫീസ് എല്ലാ മാസവും ഹർ മഹീനെ 50 പൈസ, 50 പൈസ, ഓരോ മാസവും 50 പൈസ. ക്ലാസ്സിലെ 32वें സ്ഥാൻ പർ രഹേ. ക്ലാസ്സിലെ 34 സ്ഥാനക്കാരിൽ 32ാം സ്ഥാനമാണ് ഗാന്ധിജിക്ക് കിട്ടിയത്. അത് 2 വിഷയമേ 0 മില, 2 വിഷയങ്ങളിൽ അദ്ദേഹത്തിന് 0 ആയിരുന്നു കിട്ടിയിരുന്നത്. ബാക്കി इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വക്കീലാവാൻ വേണ്ടി പഠിക്കുകയാണ്. ആ സമയത്ത് ഇംഗ്ലണ്ട് പഠിനെ ഗയത്തോ ഉൻകെ ലിയെ ഖൂബ് സാരെ കപ്പടെ സിൽവായ. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകാൻ വേണ്ടി അദ്ദേഹം ഖൂബ് സാരെ ഒരുപാട് വസ്ത്രങ്ങൾ സിൽവായ എന്നാണ് തയ്പ്പിക്കുക. ദക്ഷിണാഫ്രിക്ക മേ കുർത്ത ധോത്തി പഹന്നെ ലഗെ ഔർ ഭാരത് ആയത്തോ. ദക്ഷിണാഫ്രിക്കയിൽ പോയ സമയത്ത് ഷർട്ടും തുണിയും അദ്ദേഹം ധരിച്ചു. ഔർ ഭാരത് ആയത്തോ, തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ സമയത്ത് ഏക് ബാർ മധുരൈ ഗേ ഭാഷിതനെ, ഒരിക്കൽ മധുര എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു പ്രസംഗം നടത്താൻ വേണ്ടി പോയി. ഭാഷ എന്ന പ്രസംഗം. വഹാം ഏക് ഔരത് കോ ദേഖാ ജോ താലാബ് മേ അപ്നി ധോത്തി ധോ രഹി.
അവിടെ അദ്ദേഹം ഒരു സ്ത്രീയെ കാണുകയാണ്. ഒരു കുളത്തിൽ ഒരു സ്ത്രീ തന്റെ ധോത്തി, തന്റെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം കാണുകയാണ്. ലേക്കിൻ കൈസെ, എന്നാൽ എങ്ങനെയാണ് ഈ സ്ത്രീ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്നത്? ആദി പഹൻ തിരി അവർ ബാക്കി ആദി ധോത്തി, പകുതി ധരിച്ചിട്ടുണ്ട്, ബാക്കിയാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ധരിച്ച വസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് ആ സ്ത്രീ അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഫിർ ദുലി ഹുയി കോ പഹനെത്തി അവർ ശേഷിക്കോ ധോത്തി, ആദ്യം ഒരു ഭാഗം അലക്കിയിട്ട് പിന്നീട് മറുഭാഗം ആ സ്ത്രീ അലക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക്? ആ സ്ത്രീക്ക് വേറെ ഡ്രസ്സുകളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കാം. ഉസ്കി ഹാലത്ത് ദേഖ് കർ ഗാന്ധിജി ഭീതർ തക്ക് ഹിൽ ഗയേ और बस उसी समय उन्होंने फैसला कर लिया कि ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടപ്പോൾ ഗാന്ധിജിയുടെ മനസ്സിന് വല്ലാത്തൊരു വേദന, ഇവിടെ ഹിൽഗ എന്നാണ് ഒരു ഇളക്കം എന്നാണ്, ഗാന്ധിജിയുടെ മനസ്സിന് വല്ലാത്തൊരു വേദന ഉണ്ടാവാണ്. അവർ ഉസി സമയം ഉन्होंने फैसला कर लिया कि, ആ സമയത്ത് ഗാന്ധിജി ഫേസല, ഒരു തീരുമാനം എടുക്കാൻ. എന്താണ് തീരുമാനം എടുക്കുന്നത്? അബ് സിർഫ് ഏക് ധോത്തി ഹി പഹനൂംഗ, ഇനി ഞാൻ ഒരു വസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ എന്ന് ഗാന്ധിജി ആ സമയത്ത് തീരുമാനിക്കുന്നു. ഓക്കെ, ബാദ് മേ ഗോൾമേൽ സമ്മേളൻ കെ ലിയെ ലണ്ടൻ ഗേ, അതിനുശേഷം ഈ ഗോൾമേൽ സമ്മേളനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടതാണ്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കേട്ടതാണ്. വട്ടമേശ സമ്മേളനം, അതാണ് ഗോൾമേൽ സമ്മേളനം. അതിനുശേഷം അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിൽ, ലണ്ടനിലേക്ക് പോയി. വഹാം തോ ഖൂബ് സർദി പട്ടി, അവിടെയാണെങ്കിൽ നല്ല ഖൂബ് സർദി, നല്ല തണുപ്പാണ്. തോ വഹാം കെ ബച്ചെ പൂച്ഛത്തെ, അപ്പോൾ അദ്ദേഹത്തോട് അവിടുത്തെ കുട്ടികൾ ചോദിച്ചിരുന്നു, ബാബ തുമാരി പത്തലും കഹങ്കെ, നിങ്ങളുടെ വസ്ത്രം എവിടെ, നിങ്ങളുടെ ഡ്രസ്സ് എവിടെ, നിങ്ങളുടെ ഷർട്ട് എവിടെ എന്നാണ് ആ കുട്ടികൾ ചോദിച്ചത്. ഗാന്ധിജിയുടെ പോയി ജവാബ് നഹീ ദേത്തെ थे, ബസ് ഹസ്കർ രഹി ജാത്തെ थे. ഗാന്ധിജി ആ കുട്ടികളോട് മറുപടി ഒന്നും പറഞ്ഞില്ല. ജവാബ് നഹീ ദേത്തെ थे, ബസ് ഹസ്കർ രഹി ജാത്തെ, വെറുതെ പുഞ്ചിരിക്കുക മാത്രമാണ് ഗാന്ധിജി ആ സമയത്ത് ചെയ്തത്. लेकिन जब रानी से मिलने गए तो रानी के दरबार में ऐसे जाना तो अदब कायदे के खिलाफ था. എന്നാൽ റാണിയെ കാണാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് റാണിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഈ ഡ്രസ്സിൽ ചെല്ലുന്നത് അദബ് കായത, ഒരു മര്യാദക്കേടാണ്, ആചാരമര്യാദ അല്ല എന്ന് ചില ആളുകൾ സൂചിപ്പിക്കുക. तो किसी ने पूछा, ആരോ ഒരാൾ ഗാന്ധിജിയോട് പറയാണ്, ഇത്തിനെ കം കപ്പടോ മേ ദർബാർ മേ കൈസെ ജാവോ, ഇത്രയും ചെറിയ വസ്ത്രം ഇട്ടിട്ട് എങ്ങനെയാണ് ദർബാർ, കൊട്ടാരത്തിലേക്ക് പോവാ? തോ പോലെ. അപ്പൊ അദ്ദേഹം ആ വ്യക്തി കൊടുത്ത മറുപടി എന്താ? ഫിക്കർ മത്ത് കരോ, നിങ്ങൾ അതാലോചിച്ച് പ്രയാസപ്പെടണ്ട, നിങ്ങൾ അതാലോചിച്ചിട്ട് ബുദ്ധിമുട്ടണ്ട. തുമാരെ രാജാനെ ഹം ലോഗോं के दरबार कपड़े अकेले ही पहन ले गए होगा. എന്താ ഗാന്ധിജി പറഞ്ഞത്? തുമാരെ രാജാനെ, നിങ്ങളുടെ രാജാവ്, ഹം ദോനോ കെ ബരാബർ കപ്പടെ അക്കേലെ ഹി പഹനെ ഗേ, ഞങ്ങൾ രണ്ടുപേരും ധരിക്കുന്ന വസ്ത്രം നിങ്ങളുടെ രാജാവ് ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ട് എന്ന് തമാശ രൂപേണ ഗാന്ധിജി ഇയാളോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഗാന്ധിജിയുടെ ഈ എടുത്ത ഭാഗം വളരെ കൃത്യമായിട്ട് വായിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഹോംവർക്കായിട്ട് ആദ്യം നടന്ന 2 കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ.